പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ ദൈവജനത്തിനും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഒക്ടോബർ മാസം 6-ാം തീയതി ഞായറാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ ഈ പുതുമാസത്തിന്റെ 1-ാമത്തെ വിശുദ്ധ ദിനത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവകൃപ അനുഭവിപ്പാൻ ഈ ദിനം എല്ലാവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി പ്രാർത്ഥനാപൂർവം ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് പത്രോസ് അപ്പോസ്തോലൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം. ദ ഫസ്റ്റ് എപ്പിസിൽ ഓഫ് പീറ്റർ ചാപ്റ്റർ 1 വേഴ്സ് 21 നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ ആയിരിക്കേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തുമിരിക്കുന്നു. ഒരു വിശ്വാസിയുടെ ദൈവ പൈതലിന്റെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ ആയിരിക്കണം. ഒരു കാരണവശാലും മറ്റൊന്നിലും ആകുവാൻ പാടില്ല. അങ്ങനെ ദൈവത്തിൽ മാത്രം വിശ്വാസവും പ്രത്യാശയും ആയിരിക്കാൻ ദൈവം എന്താണ് ചെയ്തത്? തന്റെ ഓമനകുമാരനെ ഈ ഭൂമിയിലേക്ക് അയച്ച് എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമാക്കി ഉയർത്തെഴുന്നേൽപ്പിച്ച് തേജസ് കൊടുത്തിരിക്കുന്നു. അങ്ങനെ പുത്രൻ മുഖാന്തരം പിതാവിന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ എനിക്കും നിങ്ങൾക്കും അനുവാദവും അധികാരവും അവകാശവും ലഭിച്ചിരിക്കുന്നതിനാൽ നമ്മളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിലായിരിക്കണം. എന്തുകൊണ്ടാണ് പത്രോസ് ഇങ്ങനെ പറഞ്ഞത്? 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പൊന്തോസിലും പംഫുല്യയിലും പലയിടങ്ങളിലായി ചിതറി പാർക്കുന്നവരോട് പത്രോസ് ശക്തമായ ദൂത് പറയുകയാണ്. നിങ്ങളുടെ അജ്ഞാനകാലത്ത്, അറിവില്ലാതിരുന്ന സമയത്ത് നിങ്ങൾ ജീവിച്ച രീതിയിലാവരുത്. കാരണം അതിൽ നിന്നും നിങ്ങളെ വിളിച്ച ഒരു ദൈവമുണ്ട്, നിങ്ങളെ വിടുവിച്ച ഒരു ദൈവമുണ്ട്. നിങ്ങളെ നിത്യജീവന്റെ ഉടമകളാക്കുവാൻ നിങ്ങളെ നിങ്ങളുടെ അറിവില്ലായ്മയിൽ നിന്നും ഒരു വലിയ പ്രകാശത്തിലേക്ക് വിളിച്ച ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് പിന്നെയും അതിലേക്ക് പോകരുത്. എന്നിട്ട് തുടർന്ന് പറയുന്നു, വ്യർത്ഥവും പിതൃ പാരമ്പര്യവുമുള്ള നമ്മുടെ നടപ്പിൽ നിന്നാണ് എന്നെയും നിങ്ങളെയും വിളിച്ചു വേർതിരിച്ചത്. അത് വെറുതെ വിളിച്ചു വേർതിരിച്ചതല്ല, അതിന് സ്വർഗത്തിലെ ദൈവം വില കൊടുത്തു. അതെ, യേശുക്രിസ്തു തന്റെ ഓമന പുത്രനെ പിതാവാം ദൈവം, അതെ, കുഞ്ഞാടിന്റെ യേശുക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷവുമായ കുഞ്ഞാടിന്റെ പുണ്യാഹ രക്തത്താൽ എന്നെയും നിങ്ങളെയും വിലയ്ക്ക് വാങ്ങി വീണ്ടെടുത്തു. അത് നാളുകൾക്ക് മുമ്പേ നിയോഗിക്കപ്പെട്ടത് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി തന്നു. ആ വെളിപ്പെടുത്തത്തിലൂടെ ഞാനും നിങ്ങളും രക്ഷയുടെ പൂർത്തീകരണം പ്രാപിച്ചു. അതുകൊണ്ട് നമ്മുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ മാത്രം ആയിരിക്കണം. 2024 10-ാം മാസത്തിന്റെ 1-ാമത്തെ വിശുദ്ധ ദിനമായ ഈ 6-ാം തീയതി ഞായറാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ ശ്രോതാവേ, മാതാവേ, പിതാവേ, ദൈവമക്കളെ, എനിക്കും നിങ്ങൾക്കും വിശ്വാസമുണ്ട് എന്ന് പറയുന്നതല്ലാതെ പരിപൂർണമായും വിശ്വാസം ദൈവത്തിലുണ്ടോ? അത് അവരവർ
അവരവരോട് ചോദിച്ച് ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ കണ്ടെത്തേണ്ട ഉത്തരമാണ്. നമുക്ക് വിശ്വാസമുണ്ടേ എന്ന് പറയുകയും ഒരു പ്രതികൂലവും പ്രതിസന്ധി വരുമ്പോൾ പലരിൽ ആശ്രയിക്കുന്നു, പലരിൽ പ്രത്യാശിക്കുന്നു, പലരെ സ്വാധീനിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഈ വാഗ്ദത്ത വചനപ്രകാരം അഥവാ ഈ വാക്യപ്രകാരം എനിക്കും നിങ്ങൾക്കും ദൈവത്തിലല്ല വിശ്വാസം. ഇന്നത്തെ വചനം പറയുന്നത് നമ്മുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ മാത്രമായിരിക്കണം. അതിനുവേണ്ടിയാണ് പുത്രൻ തമ്പുരാനെ നമുക്ക് വേണ്ടി യാഗമാക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് തന്റെ തേജസ് കൊടുത്ത് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ വിശ്വാസം എപ്രകാരമാണ് പ്രിയമുള്ളവരെ? കുഞ്ഞുങ്ങൾക്കൊരു വിഷയം വരുമ്പോൾ, ജോലിക്കൊരു പ്രയാസം വരുമ്പോൾ, ആരോഗ്യ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, നിന്ദയും പരിഹാസവും വരുമ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ, ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ അവരവരുടെ വിഷയങ്ങൾ അവരവർക്കറിയാം. അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആദ്യം ദൈവത്തിന്റെ സന്നിധിയിലാണോ ചെല്ലുന്നത്, അതോ കുടുംബത്തിൽ ഏറ്റവും സമ്പത്തും പിടിപാടും കഴിവും പ്രാപ്തിയുമുള്ള ആളിന്റെ അടുക്കലാണോ? നമുക്ക് പരിചയമുള്ള കൂട്ടുകാരുടെ ഇടയിലാണോ? എവിടെയാണ് നമ്മുടെ ആശ്രയം? ആരിലാണ് നമ്മുടെ വിശ്വാസം? ദൈവത്തിൽ വിശ്വാസമുള്ള ഒരു ദൈവ പൈതൽ ആദ്യം ദൈവസന്നിധിയിൽ മുഴങ്കാലും അടക്കും. അപ്പാ, ഞാൻ കടന്നു പോകുന്ന വിഷയം ഇതാണ്, ഇതിന്മേൽ എന്റെ തമ്പുരാൻ ഒരു വഴി തുറക്കണം, ഇതിന് തക്കതായിട്ടുള്ള ആളിനെ അപ്പൻ എനിക്ക് കാണിച്ചു തരണം, പറഞ്ഞു തരണം. അത് ദൈവിക ഹിതപ്രകാരവും ആലോചന പ്രകാരവും മാത്രമേ ആകാവൂ. ഇങ്ങനെ പറയുവാനും പ്രവർത്തിക്കുവാനും നമ്മൾ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? അതുകൊണ്ട് ഈ വിശുദ്ധ ദിനം അതിരാവിലെ എന്റെയും നിങ്ങളുടെയും അനുദിന വിശ്വാസ ജീവിതത്തെ ചോദ്യം ചെയ്യുകയും ആ ചോദ്യത്തിന് സത്യസന്ധമായി ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടെ ഉത്തരം പറയുകയും ചെയ്യേണ്ട ആവശ്യകത പത്രോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മളൊക്കെ ഓരോരോ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണ്. ഒരാൾക്ക് കുടുംബത്തിലെ വിഷയമെങ്കിൽ മറ്റൊരാൾക്ക് ഒഫീഷ്യലാണ്, മറ്റൊരാൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആണ്, വേറൊരാൾക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലമാണ്, മറ്റൊരാൾക്ക് ലീഗൽ ഇഷ്യൂസ് ആണ്. ഇങ്ങനെ പോകുന്നു പ്രശ്നങ്ങളുടെ നീണ്ട പട്ടിക. എന്നാൽ ഒരു കാര്യം ഓർക്കണം, എന്ത് പ്രശ്നമാണെങ്കിലും എന്ത് വിഷയമാണെങ്കിലും നമുക്ക് ചെല്ലുവാൻ ഒരിടമുണ്ട്, പറയുവാൻ ഒരാളുണ്ട്, വിശ്വസിക്കുവാൻ ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആ കർത്താവിന്റെ കരങ്ങളിൽ പരിപൂർണമായി ഏൽപ്പിക്കാൻ ഞാൻ വീണ്ടും വളരെ സ്നേഹത്തോടെ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, എന്തെല്ലാം ജീവിതത്തിന്റെ തിക്താനുഭവങ്ങളും നിന്ദകളും പരിഹാസങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും ഏറി വന്നാൽ ദൈവത്തിലല്ലാതെ മനുഷ്യരിൽ ഒരു കാരണവശാലും ആരും ആശ്രയിക്കരുത്, വിശ്വസിക്കരുത്, പ്രത്യാശിക്കരുത്. എനിക്ക് ഇന്ന ആളുണ്ടല്ലോ, ആ ആള് ചെയ്യുമല്ലോ. ഒരുപക്ഷെ നിങ്ങളെയും നിങ്ങളും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ രക്തബന്ധമോ കൂടപ്പിറപ്പോ ആയിരിക്കാം, കൂട്ടുകാരായിരിക്കാം, നിങ്ങളുടെ ഏറ്റവും വലിയ അഭ്യുദയ കാംക്ഷിയായിരിക്കാം. പക്ഷേ പ്രത്യേക സന്ദർഭങ്ങളിൽ ഈ പറയപ്പെട്ടവരൊക്കെ കൈവിട്ട് കളയും. അവരൊക്കെ നിങ്ങളെ ഒറ്റപ്പെടുത്തി മാറിപ്പോകും. അതുകൊണ്ട് നമ്മുടെ പരിപൂർണമായ വിശ്വാസം ദൈവത്തിൽ മാത്രമായിരിക്കണം. അതിനുവേണ്ടിയാണ് തന്റെ ഓമനക്കുമാരനെ എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവറി കലോക്കളത്തിൽ യാഗമാക്കിയത്, ആ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റത്. അതെ, ഇന്ന് ലോകത്തിലെ പ്രഗത്ഭന്മാരുടെ, പ്രതിഭാശാലികളുടെ, ആൾ ദൈവങ്ങളുടെ സകല ശവകുടീരങ്ങളും അടയപ്പെട്ട് കിടക്കുമ്പോൾ
ഇന്ന് ലോകത്തിൽ ഒരുവന്റെ ശവകുടീരം മാത്രമേ തുറന്നു കിടക്കുന്നുള്ളൂ. അത് ഞാൻ നിങ്ങളും ആരാധിക്കുന്ന എന്റെയും നിങ്ങളുടെ പ്രാണപ്രിയനായ എന്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പുകാരനായ രക്ഷകനായ യേശുവിന്റെ ശവകുടീരം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അതെ, സ്വർഗത്തിൽ പിതാവിന്റെ അടുക്കൽ എനിക്ക് നിങ്ങൾക്കും വേണ്ടി പക്ഷവാദം ചെയ്യുക. അതുകൊണ്ട് ദൈവത്തിങ്കലെ വിശ്വാസത്തിന് ഒരു കാരണവശാലും മാറ്റം വരരുത്. മാറ്റം വരത്തക്ക വിധത്തിലുള്ള നിരവധി അനുഭവങ്ങൾ നിങ്ങളെ നേരിട്ടേക്കാം. പക്ഷേ ദാനിയേൽ പ്രവചനം നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ ശദ്രക്, മേശക്, അബേദ്നെഗോവിനെ പോലെ, ദാനിയേലിനെ പോലെ ജീവൻ ഹോമിക്കേണ്ട അവസ്ഥ വന്നാലും, അതെ, പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തുവിനാണ് എന്നുള്ള വലിയ തിരിച്ചറിവ് എന്നിലും നിങ്ങളിലും ഉണ്ടായെങ്കിൽ നമ്മൾ മറ്റാരിലും മറ്റൊന്നിലും വിശ്വസിക്കാൻ പോവുകയില്ല. നമ്മുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിങ്കിലായിരിക്കും. ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞ് ഇന്നത്തെ ചിന്തയ്ക്ക് വിരാമം കുറിക്കട്ടെ. അങ്ങനെ കണ്ണുമടച്ച് നമ്മുടെ ഈ ദൈവത്തിൽ, ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഒരു പൊട്ടനെ പോലെ പൊട്ടിയെ പോലെ വിശ്വസിച്ചാൽ എന്നെയും നിങ്ങളെയും മാനിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ആ ദൈവം നിശ്ചയമായും നമ്മുടെ വിശ്വാസത്തിന് അളവുകോൽ വെച്ച് അതിന്മേൽ അത്ഭുതം പ്രവർത്തിക്കും. അറിയാത്ത വഴിയിൽ കൂടെ, അറിയാത്ത ആളുകളിൽ കൂടെ, എന്തിന് നമ്മുടെ ശത്രുക്കളിൽ കൂടെ പോലും നമുക്ക് വേണ്ടി മേശ ഒരുക്കുന്ന, പുതുവഴി ഒരുക്കുന്ന ഒരു ദൈവം ജീവിക്കിയാൽ നമുക്കിന്ന് പകൽക്കാലം സ്തോത്രത്തോടും സ്തുതിയോടും തമ്പുരാന്റെ അടുക്കിലേക്ക് വരാം. മകന്റെ വിഷയത്തെ ഓർത്ത് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ട അമ്മയെ, കുഞ്ഞുങ്ങളുടെ വിവാഹം സമയത്ത് നടക്കാത്തതിനാൽ സങ്കടത്തോടെ ആയിരിക്കുന്ന എന്റെ പ്രിയ മാതാപിതാക്കളെ, ജോലി വിഷയത്തിൽ, വീസ വിഷയത്തിൽ ഭാരത്തോടെ, സങ്കടത്തോടെ ഇന്ന് ദൈവജനം കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളുടെ ജോലി, അവരുടെ വിദേശയാത്ര, ആരോഗ്യപരമായ വിഷയങ്ങൾ, ചില നിയമത്തിന്റെ പ്രശ്നങ്ങൾ, എവിടെയാണ് നിങ്ങളുടെ സങ്കടം? എന്താണ് നിങ്ങളുടെ വിഷയം? വിശ്വാസത്തോടെ ഈ പ്രഭാതത്തിൽ തമ്പുരാന്റെ അടുക്കൽ സമർപ്പിക്കുക. നിശ്ചയമായും പുതുവഴി തുറക്കും. ഈ ദൈവം വലിയ ദൈവമാണ്, വിടുവിക്കുന്ന ദൈവമാണ്, ശക്തനായ ദൈവമാണ്. അതെ, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തു, അവന്റെ നാമം പരിശുദ്ധം തന്നെ എന്ന് പറയുവാൻ ഈ വിശുദ്ധ ദിനം സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് നമ്മെ തന്നെ സമർപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാൽവറിയിൽ കൂടെ ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, 2024 ആണ്ടിന്റെ 10ാം മാസത്തിന്റെ 1ാമത്തെ വിശുദ്ധ ദിനമായി ഞായറാഴ്ച രാവിലെ അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് തമ്പുരാന്റെ അടുക്കൽ അടുത്തു വരുവാൻ ആയുസ്സും ആരോഗ്യവും തന്നതിനായി സ്തോത്രം. അപ്പ അവിടുന്ന് ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിങ്കൽ മാത്രമായിരിക്കണമെന്നും ദൈവത്തിൽ നിന്ന് ഒരടി പോലും ഇടത്തോട്ടോ വലത്തോട്ടോ പോകാതെ വണ്ണം അങ്ങയിൽ മാത്രം കേന്ദ്രീകരിക്കുവാൻ അങ്ങയുടെ ഓമന കുമാരനെ ഞങ്ങൾക്ക് വേണ്ടി നൽകുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തി തേജസ് നൽകിയിരിക്കുന്നുള്ള സദ്വാർത്ത പത്രോസ് അപ്പോസ്തലൻ കൂടെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. വേദനയുണ്ട്, സങ്കടമുണ്ട്, വിഷമമുണ്ട്, ഭാരമുണ്ട്. എന്നാൽ അവയെല്ലാം അപ്പന്റെ പാദാന്തികയെ അർപ്പിച്ചുകൊണ്ട് ഈ വിശുദ്ധ ദിനം അടുത്തു വരുന്നു. വചനം കേട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഇന്നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. ഇന്ന് ഒരു വലിയ വിടുതലിന്റെ മാരി നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ പെയ്യണമേ. സ്വർഗം അവിടുന്ന് തുറക്കണമേ. എല്ലാ അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. പ്രാർത്ഥന കേട്ട് അനുഗ്രഹം അയച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, ഇന്നത്തെ ദിനം ഒരു വലിയ വിടുതലിന്റെ ദിനമാവട്ടെ. നമ്മുടെ വിശ്വാസം
ഒരു കാരണവശാലും ദൈവത്തിലല്ലാതെ എങ്ങോട്ടും മാറാതെ അടിയുറച്ച് വിശ്വസിക്കുക, നിലകൊള്ളുക. തമ്പുരാൻ അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിന് തമ്പുരാൻ വിടുതലയക്കട്ടെ, നന്മ പകരട്ടെ. ഈ വിശുദ്ധ ദിനം വിടുതലിന്റെയും ആരാധനയുടെയും ദൈവിക മഹത്വത്തിന്റെയും ദിനമായി ദൈവകൃപയോടെ ഏവരെയും പരിപാലിക്കട്ടെ. കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ നാമം നമുക്കേവർക്കും അനുഗ്രഹമാവട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. God bless us all.